ഹാപ്പിയാണ്. കാരണം IFFK വരാൻ പറ്റുന്ന ഒരു സമയം കിട്ടുക എന്നുള്ളത് തന്നെയായിരുന്നു എല്ലായ്പ്പോഴുള്ള ആഗ്രഹം. അത് അപ്പോൾ ഒരു ഫിലിം ഫെസ്റ്റിവലിൽ പോകുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഞാനൊരു പ്രത്യേകിച്ച് കാരണം പിന്നെ ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത് ഞാൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസേഴ്സിന് കിട്ടി. അപ്പോൾ എനിക്ക് എന്തായാലും എൻ്റെ ഭയങ്കര സ്വന്തം സ്ഥലം പോലെയാണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ കുറേ ഫ്രണ്ട്സിനെ കാണാൻ പറ്റാറുണ്ട്. തവണ കുറേ സിനിമകളും കാണാൻ പറ്റും. എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് ആഗ്രഹിച്ചതാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, വരണം, കാണണം എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ വർഷം തന്നെ ഫസ്റ്റ് ഡെലിഗേറ്റ് പാസ് അങ്ങനെയുള്ളൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി. അത് ഒരുപാട് സന്തോഷം. വെരി എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. എല്ലാ സിനിമയും കാണണമെന്നാണ് ആഗ്രഹം. പക്ഷേ 7 ദിവസം ഉണ്ടാവുമോ എന്നുള്ളത് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ വന്ന സിനിമ എനിക്ക് മാക്സിമം എത്രത്തോളം കാണാൻ പറ്റുമോ അത്രത്തോളം കാണാൻ ശ്രമിക്കും. അല്ല, ഐ എം വെരി ഓപ്പൺ ടു ഇറ്റ്. അങ്ങനെ ഇന്ന പെർട്ടിക്കുലർ സിനിമ എന്നുള്ളതില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഫീമെയിൽ ഫിലിം മേക്കേഴ്സിൻ്റെ സിനിമയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് 2024 പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഫീമെയിൽ കേസ് എന്ന് പറയുന്നത് തന്നെ ഒരു സെക്ഷനും അതിന് അതായത് ഫീമെയിൽ പെർസ്പെക്റ്റീവ് എന്നുള്ള സിനിമയും ഒരുപാട് ഇത്തവണ ഉണ്ട്, ഈ വർഷം ഉണ്ട്. അപ്പം അത് ഐ എം ലുക്കിംഗ് ഫോർവേഡ്. രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് സെല്ലിൽ സജ്ജീകരിച്ചിരിക്കുന്ന Ms. Golda Saran, Curator of IFFK, receiving her delegate from the Chairman, Sri Prem Kumar. പൊതുവിഭാഗം, വിദ്യാർത്ഥികൾ, ഫിലിം ആൻഡ് TV പ്രൊഫഷണൽസ് എന്നീ വിഭാഗങ്ങളിലെ പാസുകളാണ് ഇവിടെ ഇന്ന് വിതരണം ചെയ്യുന്നത്. തിരക്ക് നിയന്ത്രിക്കുന്നതിനായി മറ്റു വിഭാഗങ്ങളിലെ പാസുകൾ നാളെ മുതൽ വിതരണം ചെയ്യുന്നതാണ്. I'm inspired by thirst, I'm inspired by worth. I desire your worst, so you can just hide while I work. I ain't tired, you first. I'll write a second, third verse about the lies you go disperse. You never did shit, I know it hurts. Something deep inside won't let me quit. I swear that I'm inspired by all this shit. Tell me that I can't and I won't. That's what guides me the most. Fuck your lies, I'll do what I want. സ്വീകരിച്ചെത്തിരിക്കുകയാണ്. ഇത്രത്തോളം സന്തോഷമുണ്ടോ? ഹാപ്പിയാണ്. കാരണം IFFK വരാൻ പറ്റുന്ന ഒരു സമയം കിട്ടുക എന്നുള്ളത് തന്നെയായിരുന്നു എല്ലായ്പ്പോഴുള്ള ആഗ്രഹം. അത് ഗോവ ഫിലിം ഫെസ്റ്റിവലിൽ എനിക്ക് എൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു. ഞാൻ അഭിനയിച്ച ലെവൽ ക്രോസ്. അപ്പോൾ എനിക്കതിന് പോകാൻ പറ്റും. ക്ലാസ്സിൽ അമലേക്കാണ് പോയത്. അപ്പോൾ ഒരു ഫിലിം ഫെസ്റ്റിവലിൽ പോകുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഞാനൊരു പ്രത്യേകിച്ച് കാരണം പിന്നെ ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത് ഞാൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസേഴ്സിന് കിട്ടി. അപ്പോൾ എനിക്ക് എന്തായാലും എൻ്റെ ഭയങ്കര സ്വന്തം സ്ഥലം പോലെയാണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ കുറേ ഫ്രണ്ട്സിനെ കാണാൻ പറ്റാറുണ്ട്. തവണ കുറേ സിനിമകളും കാണാൻ പറ്റും. ലെവൽ ക്രോസ് പോലെ സ്വർഗവാസൽ പോലുള്ള ചിത്രങ്ങളിലൊക്കെ വ്യത്യസ്തമായ മുഖങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ IFFKയിൽ പ്രാധാന്യം അറിയിക്കുന്ന തരത്തിലുള്ള വേഷങ്ങൾ ഇനിയും ചെയ്യാൻ കഴിയുന്നതാണ്. ഞങ്ങൾ അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പോഴും ഈ ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കേഴ്സ് ഒരു ചെറിയ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പം അവരെ നമ്മൾ മെയിൻ സ്ട്രീമിലുള്ളവരെങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, അതാണ് ആസ് എൻ ആക്ടർ എനിക്ക് തോന്നുന്നത്. ഞാനും എൻ്റെ സുഹൃത്തുക്കളാണ് റഹ്മാൻപറ്റുന്നത്. അവരുടെ സിനിമകൾക്ക് അങ്ങനെ ട്രൈ ചെയ്യും. നമ്മുടേതായ അറിയാവുന്ന ആൾക്കാരുടെ സിനിമ ചെയ്യും. ഇനി 8 ദിവസത്തോളം തലസ്ഥാന നഗരം ഒരു സിനിമാ കളമായി മാറുകയാണ്. നിറച്ച് കാണുമോ? മുഴുവൻ സമയം ഉണ്ടാവും? എങ്ങനെയാണ്? ഇത് 29 ചലച്ചിത്ര മേളയാണ് നടക്കുന്നത്. അതിൽ ഇൻ്റർനാഷണൽ സിനിമകൾ, അതായത് പല രാജ്യങ്ങളിലുള്ള പല ലാംഗ്വേജിലുള്ള ചിത്രങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഷർഫക്കയുടെ ഹലോ മമ്മി എന്ന് പറഞ്ഞ പടം, അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹൊറർ പ്ലസ് കോമഡിയാണ് ആ പടം വന്നിരിക്കുന്നത്. അത് ഒരു ഹൊററിലേക്ക് ഒരു കോമഡി ബ്ലെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. അപ്പോൾ അതുപോലെ അന്യഭാഷയിൽ അത് ഒരുപാട് നടക്കുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫിലിം ഫെസ്റ്റിവൽ അത് എത്രമാത്രം ഇതുപോലുള്ള ചിത്രങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും തോന്നുന്നുണ്ട്? ഫിലിം ഫെസ്റ്റിവൽ ഇതുപോലത്തുള്ള ചിത്രങ്ങളാണ്. ഹലോ മൂവിയുടെ കോമേഴ്ഷ്യൽ എല്ലാ തരത്തിലുള്ള ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുന്ന സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
ഫിലിം ഫെസ്റ്റിവലിൽ നമ്മളങ്ങനെ എൻ്റർടൈൻമെൻറ്റ് സിനിമകൾ എന്നുള്ള രീതിയിലല്ല, കുറച്ചും കൂടി ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കേഴ്സിനെ നമ്മൾ കുറച്ചും കൂടി കാര്യമായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു സ്പേസ് ആയിട്ടാണ് എനിക്ക് IFFK കുറിച്ച് തോന്നാറുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നല്ല നല്ല സിനിമകളെ കൊണ്ടുവന്ന് കാണാനുള്ള സ്പേസും കൂടി ഉണ്ട്. ഇപ്പോൾ എല്ലാ സാധ്യതയുണ്ട്. ഇപ്പോൾ മൂവി പോലുള്ള എല്ലാ പ്ലാറ്റ്ഫോംസും ഉള്ളപ്പോൾ പോലും അതിൻ്റെ അകത്തും ഒരു 1000 സിനിമയുണ്ട്, ലോകത്തെ എല്ലാ സ്ഥലത്തും ഒരു 1000 സിനിമയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും നല്ല സിനിമ അത് സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് അത് അത്രയും കുറച്ച് സിനിമകളാക്കി മാറ്റി നമ്മളെ കാണിക്കുന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ആ ഒരു ചാൻസാണ് IFFK എനിക്ക് കൺസിഡർ ചെയ്യുന്നത്. താങ്ക് യു. അരുൺ നിയമം എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് ആഗ്രഹിച്ചതാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, വരണം, കാണണം എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ വർഷം തന്നെ ഫസ്റ്റ് ഡെലിഗേറ്റ് പാസ് അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി. അത് ഒരുപാട് സന്തോഷം. വെരി എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇനി വരുന്ന 7 ദിവസങ്ങൾ തലസ്ഥാന നഗരി ഒരു സിനിമ കളമായിട്ട് മാറുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ ഈ 7 ദിവസം ഈ തലസ്ഥാന നഗരിയിൽ സിനിമയുടെ ഭാഗമാകാൻ ഉണ്ടാവുമോ? എല്ലാ സിനിമയും കാണണമെന്നാണ് ആഗ്രഹം. പക്ഷേ 7 ദിവസം ഉണ്ടാവുമോ എന്നുള്ളത് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ വന്ന് സിനിമ എനിക്ക് മാക്സിമം എത്രത്തോളം കാണാൻ പറ്റും അത്രത്തോളം കാണാൻ അപ്പോൾ ഇതൊരു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലാണ്. പല ലാംഗ്വേജിലുള്ള സിനിമകളും ഇവിടെ സ്ക്രീൻ ചെയ്യപ്പെടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട ഒരു ജോണർ ഏതാണ്? ഇന്ന സിനിമയെ കാണാം അങ്ങനെ ഒരു ജോണർ? ഐ എം വെരി ഓപ്പൺ ടു ഇറ്റ്. അങ്ങനെ ഇന്ന പെർട്ടിക്കുലർ സിനിമ എന്നുള്ളതില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഫീമെയിൽ ഫിലിം മേക്കേഴ്സിൻ്റെ സിനിമയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് 2024 പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഫീമെയിൽ കേസ് എന്ന് പറയുന്നത് തന്നെ ഒരു സെക്ഷനും അതിന് അതായത് ഫീമെയിൽ പെർസ്പെക്റ്റീവ് എന്നുള്ള സിനിമയും ഒരുപാട് ഇത്തവണ ഉണ്ട്, ഈ വർഷം ഉണ്ട്. അപ്പം അത് ഐ എം ലുക്കിംഗ് ഫോർവേഡ്. താങ്ക് യു. ഇല്ല എത്ര ദിവസം ഉണ്ട്? താങ്ക് യു. ആവശ്യമില്ല.